എല്ലാവർക്കും നമസ്കാരം. JK ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭാരത ചരിത്രത്തിലെ ഒരു പ്രധാന വ്യക്തിയെക്കുറിച്ചാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ കുറിച്ചാണ്. ആരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി? നമുക്ക് നോക്കാം. ഭാരതം അതിന്റെ ആത്മസത്വവും ധൈര്യവും തിരിച്ചറിഞ്ഞ 19ാം നൂറ്റാണ്ടിലെ ഭാരതത്തിന്റെ പ്രശസ്ത സന്തതികളിൽ ഒരാളായിരുന്നു ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബ്രിട്ടീഷ് അകമ്പടിയോടുകൂടി പാശ്ചാത്യ സംസ്കാരത്തിന്റെ കടന്നുകയറ്റവും അതിപ്രസരവും ഈ ദേശത്തിന്റെ സ്വത്വത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ വെമ്പൽ പൂണ്ടുനിന്ന ആ കാലഘട്ടം ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായി. ഇനി എന്ത് എന്ന ചോദ്യം ഭാരതത്തിന്റെ നേർക്ക് വിരൽ ചൂണ്ടി നിന്ന ആ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ശാസ്ത്രവീര്യവും ഓജസ്സും ആത്മാഭിമാനവും വീണ്ടെടുക്കാനായി ഭാരതത്തിൽ ഒരു കൂട്ടം മഹാപുരുഷന്മാർ ജന്മമെടുത്തു. അതിലൊരാൾ തന്നെയായിരുന്നു ബങ്കിം ചന്ദ്ര ചാറ്റർജിയും. 1838 ജൂൺ 27 പശ്ചിമ ബംഗാളിലെ നൈഹാട്ടി എന്ന നഗരത്തിലെ കാന്തൻപാറ എന്ന സ്ഥലത്ത് അദ്ദേഹം ജനിച്ചു. ഇംഗ്ലീഷ് സർക്കാരിന്റെ ഉദ്യോഗസ്ഥനായിരുന്നു ബങ്കിമിന്റെ അച്ഛൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അയച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അന്ന് ഭാരതത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന സർവകലാശാലകളിൽ ഒന്നായ കൊൽക്കത്തയിലെ സർവകലാശാലയിൽ അദ്ദേഹത്തെ അയച്ചു. അവിടുത്തെ തന്നെ ആദ്യ ബിരുദ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു ബങ്കിം ചന്ദ്ര. സാധാരണയായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചതിനു ശേഷം പാശ്ചാത്യ സംസ്കാരത്തോട് കൂടുതൽ താല്പര്യമുള്ള വ്യക്തികളാവുകയാണ് പതിവ്. പക്ഷെ ബങ്കിമിന്റെ കാര്യത്തിൽ തിരിച്ചായിരുന്നു കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ അറിവിന്റെ മേഖല വർദ്ധിക്കും തോറും അദ്ദേഹത്തിന്റെ സ്വന്തം ദേശത്തോടും സംസ്കാരത്തോടുമുള്ള അടുപ്പമാണ് വർദ്ധിച്ചത്. അത്തരത്തിൽ അദ്ദേഹം തികഞ്ഞ ദേശസ്നേഹിയായിത്തീർന്നു. സ്വാർത്ഥ താല്പര്യങ്ങൾക്കുപരി ദേശഭക്തിയും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും കൊണ്ട് മാത്രമേ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം 1857 പരാജയപ്പെട്ടുപോയ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു. 1858 ഡെപ്യൂട്ടി മജിസ്ട്രേറ്റ് എന്ന നിലയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി ജോലി അനുഷ്ഠിച്ചിരുന്നു. പക്ഷേ തന്റെ ദേശാഭിമാനപരമായ പെരുമാറ്റം മൂലം അദ്ദേഹം നിരവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. അദ്ദേഹത്തെ സ്ഥിരമായി സ്ഥലം മാറ്റപ്പെട്ടിരുന്നു. അത്തരത്തിലൊരവസരത്തിലാണ് ദക്ഷിണേശ്വരത്ത് വെച്ച് അദ്ദേഹം സ്വാമി വിവേകാനന്ദനുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുന്നത്. അന്ന് ആ കൂടിക്കാഴ്ചയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദപടം എന്ന നോവലിനെ കുറിച്ചും അതിൽ ഉൾപ്പെടുത്തിയ വന്ദേ മാതരം എന്ന ഗാനത്തെ പറ്റിയുമാണ് സ്വാമി വിവേകാനന്ദൻ സംസാരിച്ചത് എന്ന് ബങ്കിം ചന്ദ്ര ചാറ്റർജി സ്വന്തം ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അടുത്ത 50 വർഷത്തേക്ക് നമ്മുടെ ആരാധ്യ ദേവത ഭാരതാംബയാവട്ടെ എന്ന സ്വാമി വിവേകാനന്ദന്റെ ആഹ്വാനത്തിന് പ്രേരണയായത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയായിട്ടുള്ള ഈ കൂടിക്കാഴ്ചയാണെന്ന് പറയപ്പെടുന്നു. കവിത, നോവൽ, കഥ എന്ന സർവ്വ മേഖലകളിലും അദ്ദേഹം തന്റെ തൂലിക ചലിപ്പിച്ചെങ്കിലും നിരവധി ലേഖനങ്ങൾ എഴുതിയെങ്കിലും ആനന്ദമഠവും വന്ദേ മാതരവുമാണ് അദ്ദേഹത്തെ വിശ്വവിജ്ഞാതനും ദേശഭക്തരുടെ പ്രേരണാ പുരുഷനുമാക്കി മാറ്റിയത്. ഇത്തരത്തിലുള്ള മഹത് വ്യക്തികളെ പരിചയപ്പെടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.